ഒരാളും കൂടി ഇറങ്ങാനുണ്ടേ. കേട്ടതെല്ലാം പോയി, നീ കേൾക്ക പോകരുത്. നിശോ ആശാനി വേഷം പൊളപ്പനായിട്ട് ചേരണ്. ഇങ്ങോട്ടാ, അങ്ങോട്ടല്ല. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മലൈക്കോട്ടെ വാലിബൻ. പ്രാന്തനാണെങ്കിലോ സത്യം പറയുള്ളൂ. ദ വേഴ്സ്റ്റ് ഫിലിം എവർ മെയ്ഡ് ബൈ ലിജോ ജോസ് പെല്ലിശ്ശേരി. ഏറ്റവും കൂതറ സിനിമ. ഞാൻ ഈ പഞ്ചായത്തിലുള്ള നാട്ടുകാർക്ക് മുഴുവൻ ഒരു പണി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു ലക്കിനും ലഗാനില്ലാത്ത എന്തുവാ പടച്ചു വെച്ചിരിക്കുന്നതെന്ന് തോന്നിപ്പോയി. എന്തൊക്കെ മേളായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്, എനിക്ക് അപ്പോഴേ തോന്നി. അത്രയ്ക്ക് മോശം എക്സ്പീരിയൻസ് ആണ് എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുള്ളത്. അല്ലാത്തൊരു കൂതറ എക്സ്പീരിയൻസ് ആണ് തിയേറ്ററിനകത്ത് ഉണ്ടായിരിക്കുന്നത്. ലാലേട്ടൻ ഇത്രയും ബിൽഡപ്പും കൊടുത്ത് ഇത്രയും മസിലും പെരുപ്പിച്ച് മരണ ഫൈറ്റ് ചെയ്യുമ്പോൾ അവിടെ വില്ലടിച്ചാൻ പാട്ടാ. അവിടെ ബാലയെ പോലെ ഇങ്ങനെ എന്തോ പ്രശാന്ത് പിള്ള ചെയ്തു വെച്ചിരിക്കുന്നോ. എനിക്കൊരബദ്ധം പറ്റി. ഇത് കാണുമ്പോഴേ എന്താ ഉറക്കം വരുന്നു. ഫുള്ള് തുടികൊട്ട് പരിപാടി. 50% ലോകേഷ് പടം, 50% ദളപതി പടം എന്ന് പറയും പോലെ ഇതൊരു 100% LJP പടമായിരിക്കും. അതുകൊണ്ട് ലാലേട്ടൻ ഫാൻസ് ഇത് പൊലിമറികനും ലൂസിഫറും എന്ന് പ്രതീക്ഷിച്ച് കാണരുത്. ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത് കേട്ടാ. LJPയുടെ കടുത്താരാധന LJP പടമായിട്ട് മാത്രം തന്നെ കണ്ടല്ലോ. അല്ലാതെ ഇവിടെ അടിയും ലാലേട്ടന്റെ മുണ്ട് പറയും പുലിമുരുകനും ഇതൊന്നും പ്രതീക്ഷിച്ചല്ല പോയത്. ഇനി പറ, ഞാൻ കേക്കട്ടെ. റിപ്പീറ്റ് ആവർത്തിച്ച് പറഞ്ഞ ഏറ്റവും മോശം LJP സിനിമ. ലോകത്ത് ഏറ്റവും മോശം സിനിമ ഇതാണെന്ന് പറയുന്നില്ല, പക്ഷെ ഏറ്റവും മോശം LJP സിനിമ. ടിനു പാപ്പച്ചൻ പുള്ളി ഇന്റർവ്യൂവിൽ എന്തായിരുന്നു പറഞ്ഞത്? പുറത്തിറങ്ങി നിൽക്കും. എന്തിനാണ് പുറത്തിറങ്ങി നിൽക്കുന്നത്? തിയേറ്റർ കുലുങ്ങും. ആരും വിളിച്ചില്ലല്ലോ. എനിക്ക് തോന്നിയതായിരിക്കും. പോട്ടെ. പ്രമോദ് വെളിയനാട് ഒരു വൻ തള്ളു തള്ളിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കണ്ട ഏറ്റവും വലിയ തള്ളുതാണ്. ടിനു പാപ്പച്ചൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: തിയേറ്റർ കുലുങ്ങുന്നു. തിയേറ്ററിനകത്തിരുന്ന് എനിക്ക് തോന്നിയത് തിയേറ്ററിനകത്ത് വിസ്ഫോടനം ഉണ്ടായിരിക്കുന്നത്, വലിയൊരു പൊട്ടിത്തെറി. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ആ പൊട്ടിത്തെറി കാരണം ചിലപ്പോൾ തിയേറ്റർ കുലുങ്ങും എന്നായിരിക്കും ഇദ്ദേഹം ചിലപ്പോൾ ഉദ്ദേശിച്ചത് ടിനു പാപ്പച്ചൻ. ഇളക്കല്ലേ? അല്ല സാർ, മൊത്തമാ എന്നീവേ കുറി വെച്ച് വന്നാ എന്നടാ പറ്റത്. എന്തായാലും പാപ്പച്ചൻ, ടിനു പാപ്പച്ചൻ ഒളിവിനാണെന്നൊക്കെയാണ് ഇപ്പം കുറെ മീംസ് ഒക്കെ കറങ്ങി നടക്കുന്നത്. എന്താ പ്രയോജനം? ഈ എറിയ അറിയാവുന്നതിന്റെ കയ്യിൽ ദൈവം വടി കൊടുക്കൂല. എവിടാ വീട്? Thank you.